ആ DPP എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ട്? അത് മാത്രം മതി സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഫുൾ എന്താ അതിലുള്ള ശരിക്കും ഓരോ ടോപ്പിക്ക് കൺസെപ്റ്റ് ആയിട്ട് ഓക്കെ ആദ്യം നമുക്ക് ക്ലാരിഫൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് സ്വയം ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഓഫ്ലൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഫിസിക്സിനെ നമ്മൾ എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ തരണം ചെയ്തത്? അത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതാണ് മെയിൻ ഫിസിക്സിന് ചെയ്യാനുള്ളത്. ഓക്കെ. ആ GABകളിലുള്ള എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു പുതുമ തോന്നിക്കില്ല നമുക്ക്. ഇല്ല, സാധാരണ നമ്മളൊരു GAB എഴുതാൻ പോകുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. ഹായ്, 2024 നീറ്റിലെ ഗംഭീര പെർഫോമൻസിന് ശേഷം ഷാമിൽ ഷാജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ഷാമിൽ. ഹായ് സാർ. ഷാമിലിന്റെ വീടെവിടെയാ? ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ്. ഇടുക്കിയിലെവിടെയാ? തൊടുപുഴ അല്ലെ? തൊടുപുഴ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കേട്ട് പരിചയമുള്ള സ്ഥലപ്പേരാണ് അല്ലേ? ഓക്കെ. ഷാമിലിന്റെ സ്കോർ എത്രയാ? 683. ഓക്കെ. അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഷാമിൽ ഓഫ്ലൈൻ ആയിരുന്നു ഓൺലൈൻ ആയിരുന്നു? ഓഫ്ലൈൻ. നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം അനുഭവിച്ചറിഞ്ഞ ഒരാളാണല്ലേ? എങ്ങനെയുണ്ട് സൈലത്തിന്റെ ഹൈബ്രിഡ് സിസ്റ്റം? അത് ഡെയിലി നമ്മളിപ്പോ ക്ലാസ്സിൽ പോയാൽ എന്നും ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ കുറച്ച് അവേഴ്സ് നമുക്ക് പഠിത്തത്തിൽ നിന്ന് മിസ്സാകും. ഇപ്പോൾ ഒന്നരാടം ക്ലാസ് ആകുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനും ഒരു സമയം കിട്ടും. പിന്നെ ഓൺലൈനിൽ ഒരു ദിവസം കണ്ടിട്ടാണ് നമ്മൾ ഓഫ്ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിന് ശേഷം വീണ്ടും റെക്കോർഡ് വീഡിയോ ഉണ്ട്, ലൈവിൻ്റെ വീഡിയോ അവിടെ കിട്ടും. അതും വേണമെങ്കിൽ കണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്ലാസ്സിൽ അത് കിട്ടുമ്പോൾ 3 തവണയാണ് ഒരു കൊച്ചിന് ആ സാധനം കിട്ടുന്നത്. അതുകൊണ്ട് 3 തവണയൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മാക്സിമം. 2 ദിവസം കൊണ്ട് നമ്മൾ 3 തവണ ഒരേ സാധനം കേട്ടോണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ സാറുമാരുടെ അടുത്ത് ചോദിച്ചത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം കണ്ടന്റ് എന്തായാലും. രാവിലെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ക്ലാസ് അല്ലല്ലോ അല്ലേ? അല്ല, പരീക്ഷ എന്നല്ല നമ്മൾ തുടങ്ങുന്നത് അല്ലേ? എങ്ങനെയുണ്ട് അത്? ആ ഒരു സിസ്റ്റം എങ്ങനെയുണ്ട്? തലേ ദിവസം നമ്മൾ കണ്ടിട്ട് വന്നതിൽ നിന്ന് എത്രത്തോളം നമുക്ക് ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ മെയിൻ സംഭവമാണ്. നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ മെയിൻ സംഭവമാണ് രാവിലെ നടത്തുന്ന ഡെയിലി ടെസ്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ വന്ന പിഴവുകളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് സാറിനോട് വീണ്ടും ചോദിച്ച് അതും കൂടെ റെഡിയാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് ഷാമിൽ പറയുന്നത് അല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഈ നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് മെറ്റീരിയൽ തന്നില്ലായിരുന്നോ DPP എന്ന് പറയുന്നത്? ആ DPP എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ട്? അത് മാത്രം മതി സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഫുൾ എന്താ അതിലുള്ള ശരിക്കും DPPയിലെ? അതിന്റെ മറ്റേ കൺസെപ്റ്റ്, ഓരോ ടോപ്പിക്ക് കൺസെപ്റ്റ് ആയിട്ട് ആദ്യം നമുക്ക് ക്ലാരിഫൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് സ്വയം ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ഓഫ്ലൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ആയിട്ട് കറക്റ്റ് സ്ട്രക്ചർ ആയിട്ടാണ് അത് വെയ്ക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഷാമിലിന്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? കെമിസ്ട്രി ആയിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫിസിക്സ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഫിസിക്സിനെ നമ്മൾ എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ തരണം ചെയ്തത്? അത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് മെയിൻ ഫിസിക്സിന് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ എവിടുന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എവിടുന്ന കിട്ടുക? അതിൽ മാക്സിമം 200 ക്വസ്റ്റ്യൻസ് വരെ DPPയിലുണ്ട്. അതിന്റെ പുറത്തുനിന്ന് വേറൊരു കണ്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. മാക്സിമം എല്ലാ മൂല്യം അത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. പല തവണ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗുഡ്. നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഇപ്പൊ നേരത്തെ ഷാമിൽ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അതിന് പുറമെ വേറെ പരീക്ഷകൾ ഉണ്ടായിരുന്നോ? ഉണ്ട്. എന്തൊക്കെ പരീക്ഷകൾ ഉണ്ടായിരുന്നു? ഓരോ മാസവും പരീക്ഷകൾ നടക്കും. ഓക്കെ. ഓരോ മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ നടക്കും. പിന്നെ ഓൾ കേരള എല്ലാ പിള്ളേരും ചേർത്തുകൊണ്ട് GABs പ്രോഗ്രാംസ് നടക്കും. അത് എല്ലാ മാസവും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലെവൽ എവിടെയാ നിൽക്കുന്നത് സൈലത്തിൽ വെച്ച് തന്നെയാണ്. ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, ഓഫ്ലൈൻ സെന്റേഴ്സും പ്രൊവൈഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി തരും. അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് നമുക്ക് സ്വയം വിലയിരുത്താനുള്ള അവസരമാണ് ഈ ഗ്രാൻഡ് ടെസ്റ്റുകൾ. കാരണം അതുവരെ പഠിപ്പിച്ച ഫുൾ ടോപ്പിക്കാണ് ഈ ഗ്രാൻഡ് ടെസ്റ്റുകളിൽ ഇടുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റസ് എവിടെയാണ്, ഇനി നമ്മൾ എന്തോരം ഇമ്പ്രൂവ് ചെയ്യണം, എന്തോരം താഴെയാണ് എല്ലാം നമുക്ക് അതിലൂടെ. നമ്മളിപ്പോ ഒരു GAB സെന്ററിലേക്ക് കയറി ചെല്ലുമ്പോൾ ശരിക്കും ഒരു നീറ്റ് എക്സാമിന്റെ സെന്ററിലേക്ക് കയറി ചെല്ലുന്ന അതേ പ്രതീതിയോട് കൂടിയല്ല? അതേ ആംബിയൻസ് വഴി ആ കറക്റ്റ് സമയമാകുമ്പം മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറും OMR എല്ലാം തരുന്നു. കറക്റ്റ് നീറ്റിന് അടയാളപ്പെടുത്തും പോലെ എല്ലാ പാറ്റേൺസും വെച്ച് അടയാളപ്പെടുന്നു, ഇൻവിജിലേറ്റർ വെക്കുന്നു, കറക്റ്റ് അല്ല. ഓക്കെ. അത് നമ്മളിപ്പോ ഒരു മെയ് 5-ാം തീയതി നീറ്റ് എക്സാമിന്റെ സെന്ററിലേക്ക് ചെല്ലുമ്പോൾ ആ GABകളിലുള്ള എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു പുതുമ തോന്നിക്കില്ല നമുക്ക്. ഇല്ല, സാധാരണ നമ്മളൊരു GAB എഴുതാൻ പോകുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. കുറെ ഇതുപോലത്തെ എക്സാംസ് എഴുതി എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുതുമയായിട്ട് നമുക്കത് ഫീൽ ചെയ്യില്ല. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ഫാക്കൽറ്റി ആരാ?
പ്രവീൺ സാറാണ് ഇവിടെ കെമിസ്ട്രി. കെമിസ്ട്രിയുടെ. ഓക്കെ, എന്താണ് പ്രവീൺ സാറായിട്ട് ഫേവറേറ്റ് ആയി? പ്രവീൺ സാറിന്റെ ഒരു സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നു, ഓക്കെ. പിള്ളേരോടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും എല്ലാം. അപ്പൊ മൊത്തത്തിൽ സൈലന്റിലെ ടീച്ചേഴ്സ് എങ്ങനെ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അല്ല അല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചോദിക്കാനും എന്ത് വേണമെങ്കിൽ ക്ലാസ്സിൽ എന്ത് പൊട്ടത്തരം വിളിച്ചു ചോദിക്കാം നമുക്ക്. നമ്മള് ഇത് ചോദിച്ചാൽ സാർമാർ നമ്മൾ എങ്ങനെ വിലയിരുത്തും, അങ്ങനെ ഒന്നും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഒരു മണ്ടത്തരായി പോയി കഴിഞ്ഞാൽ അങ്ങനെ കളിയാക്കലോ ട്രോളോ അതൊന്നും അങ്ങനൊന്നുമില്ല. അപ്പോ ഷാമിലിന്റെ ഒരു സ്വപ്നം എവിടെ പഠിക്കാന്നുള്ളതാണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാന്നുള്ള? തൃശ്ശൂരോ കോട്ടയോ ഒക്കെ കയറണം എന്നാണ് ആഗ്രഹം. അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് പോയി വരാനും വീട്ടുകാർക്ക് ഒരു താല്പര്യം. ഓക്കെ, അപ്പൊ ഷാമിലിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. അടിപൊളിയായിട്ട് MBBS ഒക്കെ ചെയ്ത് നമുക്കൊരു ഡോക്ടറായിട്ട് വീണ്ടും കാണണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.